ഇപ്രാവശ്യത്തെ ഇന്റർവ്യൂവിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്തത്, ഐ മീൻ സാർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കണക്ട് ചെയ്തിട്ടായിരുന്നു. എന്താണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്? UPSCയിലെ ബേസിക് ടെക്സ്റ്റ് ബുക്സ്, ഫോർ എക്സാമ്പിൾ ലക്ഷ്മികാന്ത്, അത് തറവാണെങ്കിൽ തന്നെ PSC എക്സാംസിൽ കുറെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മോക്സ് ചെയ്താലേ നമുക്കിനി പഠിക്കാൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. നമ്മൾ ഒരിക്കലും നമ്മളെ ലിമിറ്റ് ചെയ്യരുത്. അപ്പോൾ ഓൾറെഡി ഗവൺമെന്റ് ജോബിന്റെ സെക്യൂരിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ സൈഡിൽ UPSCയും കൂടെ ഫോക്കസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അഡ്വൈസബിൾ. ഈ കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് 80ാമത്തെ റാങ്ക് മേടിച്ച കാവ്യാണ് കൂടെ ഉള്ളത്. കാവ്യയോട് നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പോവാണ്. ഹായ് കാവ്യ, എങ്ങനെയുണ്ട് ഇപ്പോ? എന്ത് ഫീലാണുള്ളത് റാങ്ക് ഒക്കെ കിട്ടിയപ്പോൾ? എക്സൈറ്റ്മെന്റ് ഉണ്ട്. ശരി, പ്രതീക്ഷിച്ചായിരുന്നു റാങ്ക് കിട്ടുന്ന ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഡിസ്ക്രിപ്റ്റീവിന്റെ മാർക്ക് നമുക്ക് അറിയില്ലല്ലോ. സോ ഐ വാസ് എക്സ്പെക്ടിങ് റാങ്ക് ഉണ്ടാവും, എത്രയാണെന്ന് ഐഡിയ ഇല്ലായിരുന്നു. ഈ പ്രാവശ്യത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ എന്ന് പറയാമോ? എക്സാം ഒബ്ജക്റ്റീവ് എനിക്ക് കമ്പാരിറ്റീവ്ലി നേരത്തെക്കാട്ടിൽ വെച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയതായിട്ടാണ് തോന്നിയത്. ബട്ട് എന്നാലും ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു സേഫ് കട്ട് ഓഫിൽ എത്താൻ പറ്റും എന്ന് ചെയ്യാൻ പറ്റുന്ന എക്സാം ആയിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് ആസ് യൂഷ്വൽ നമ്മൾ പ്രോപ്പറായിട്ട് ആൻസർ റൈറ്റിംഗ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആ ടൈം ലിമിറ്റിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റും. ഇപ്രാവശ്യത്തെ ഇന്റർവ്യൂവിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്തത്, ഐ മീൻ സാർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കണക്ട് ചെയ്തിട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. എന്താണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയൂ? ഡിഗ്രി ഒക്കെ എങ്ങനെയായിരുന്നു? PG എക്കണോമിക്സ് വിത്ത് നെറ്റ്, അതാണ് എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. ചോദ്യങ്ങളൊക്കെ അപ്പോൾ എക്കണോമിക്ക് ആയിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്? അതെ, എക്കണോമിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്ത്യൻ എക്കോണമി, കേരള എക്കോണമി. കോമ്പറ്റീവ് എക്സാമിൽ ഇപ്പോൾ ആദ്യമായിട്ട് അപ്പയർ ചെയ്യുന്ന ഒരു എക്സാം ആണോ അത്? അല്ല, ഞാൻ UPSC പ്രിപ്പറേഷൻ ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ശരി. അപ്പോൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്നാ പിന്നെ നമുക്ക് ഇതൊന്ന് എഴുതിയേക്കാൻ അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ UPSC പ്രിലിംസിന് പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരു സൈഡിലൊരു സപ്പോർട്ട് സിസ്റ്റം പോലെ ഹൈക്കോർട്ടിനും കൂടെ പ്രിപ്പയർ ചെയ്യാന്ന് കരുതിയായിരുന്നു. പക്ഷേ UPSC പ്രിലിംസ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുൾ മെയിൻസ് മോഡിലായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സെപ്റ്റംബർ മെയിൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹൈക്കോർട്ടിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ ആ ഒരു മാസം ഞാൻ ഇംഗ്ലീഷിനാണ് കൂടുതൽ ലെവറേജ് കൊടുത്ത് പ്രിപ്പയർ ചെയ്തത്. കൊടുത്ത ഇൻപുട്ടിനുള്ള എഫേർട്ടിനുള്ള റിസൾട്ട് നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അതെ. ഒരു എക്സാമിന്റെ റിസൾട്ട് വന്നു, ഇതുപോലെ വേറെ ഏതെങ്കിലും എക്സാമിന്റെ റിസൾട്ട് ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ടോ? അസിസ്റ്റന്റ് ബാങ്ക് മാനേജറിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാകാം എന്ന് ഹോപ്പ് ചെയ്യുന്നു. മൊത്തത്തിൽ പഠനമൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ UPSCക്കൊക്കെ പഠിക്കുന്ന പോലെ അതുപോലെ തന്നെ പഠിക്കണോ? ഇവിടെ സ്റ്റേറ്റ് ലെവൽ ഇങ്ങനെയുള്ള എക്സാമിനും അങ്ങനെ തന്നെ അതേ രീതിയിൽ ഇപ്പോൾ പഠിക്കണം? എല്ലാവരും പറഞ്ഞു പാറ്റേൺ ഒക്കെ മാറി അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അത് ശരിയാണോ? എത്രത്തോളം ശരിയാണ്? അതേന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് UPSCയിലെ ബേസിക് ടെക്സ്റ്റ് ബുക്സ്, ഫോർ എക്സാമ്പിൾ ലക്ഷ്മികാന്ത്, അത് തറവാണെങ്കിൽ തന്നെ PSC എക്സാംസിൽ കുറെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് UPSCയുടെ ഇപ്പം PSCയുടെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ UPSCയിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം മറ്റേന്ന് വെച്ചാൽ റിക്കളക്ഷൻ അല്ലേ, പഠിച്ച കാര്യം റിക്കളക്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ റിക്കളക്ഷന് മുകളിൽ ഒരു അനാലിറ്റിക്കൽ സൈഡും കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കിട്ടില്ല, അതിന് പ്രാക്ടീസ് വേണം. സോ അതിന് മോക്ക് എടുക്കണം. UPSC പോലെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള മോക്സ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് എന്തായാലും കേരള PSCയിൽ നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. നേരെ തിരിച്ച് ഞാൻ വെറുതെ ചോദിക്കുകയാണ്, UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് ചോദിക്കുക. ഇപ്പോൾ കേരള PSC മാത്രം ഒരാൾ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ് ലെവൽ എക്സാം മാത്രം ഫോക്കസ് ചെയ്ത ഒരാൾ പഠിക്കുകയാണ്, LDക്ക് പഠിക്കുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു റാങ്കിലേക്കൊക്കെ എത്തുന്നു. അവർക്ക് UPSC പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്താ പറയുക, അത്ര എളുപ്പമായിരിക്കുമോ? അതോ LDക്ക് പഠിച്ച ഒരാൾ റാങ്ക് മേടിക്കുന്നുണ്ടെന്ന് കരുതുക, ഒരു LD ക്ലർക്ക് എക്സാമിന് പഠിക്കുന്നു, റാങ്ക് മേടിക്കുന്നു, ഡിഗ്രി ലെവലിൽ ഒരു പക്ഷെ കുഴപ്പമില്ല ചെയ്യുന്നു വിചാരിക്കുക. UPSC ആൾക്ക് നോക്കാനായിട്ട് അയ്യോ ഇത്രേ പറ്റത്തുള്ളൂ, LD പറ്റത്തുള്ളൂ, UPSCന് നോക്കാൻ ഭയങ്കര പാടായിരിക്കും, അങ്ങനെ പറയാനുണ്ടോ? ഫസ്റ്റ് തിങ്, നമ്മൾ ഒരിക്കലും നമ്മളെ ലിമിറ്റ് ചെയ്യരുത്. ഓൾറെഡി ഗവൺമെന്റ് ജോബിന്റെ സെക്യൂരിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ സൈഡിൽ UPSCയും കൂടെ ഫോക്കസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അഡ്വൈസബിൾ. ജോലി ഒരു സൈഡിൽ വേറെ ഒരു ജോലിയുടെ സെക്യൂരിറ്റി ഇല്ലാതെ UPSCക്ക് മാത്രം ഇരിക്കുന്നതിന് മുമ്പ് മേ ബി ഒന്ന് സെൽഫ് ചെക്ക് ചെയ്യേണ്ടി വരും. ബട്ട് അല്ലാതെ ഓൾറെഡി ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ബിലീവ് ഒരു ട്രയൽ കൊടുക്കാം. കാരണം എത്രയായാലും ഇത്രയും നോളജ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു പഠിക്കുന്നതിന്റെ ഡിസിപ്ലിനും ഉണ്ട്. അപ്പം കുറച്ചും കൂടെ ഒരു പ്രോപ്പറായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്ത് നല്ലൊരു കോച്ചിങ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ UPSC
അവർക്ക് പോസിബിൾ, എല്ലാവർക്കും പോസിബിൾ ആണ്. എല്ലാവർക്കും പോസിബിൾ ആണ്. അങ്ങ് വളരെ ദൂരെ നിൽക്കുന്ന ഒരു സംഗതിയല്ല, നമ്മൾ അധ്വാനിച്ച് നമ്മുടെ അടുത്തെത്തുന്ന ഒരു കാര്യം തന്നെയാണ് UPSC എന്ന് പറയുന്നത്. ലൈഫിൽ ഇമ്പോസിബിൾ അല്ലല്ലോ സാർ. നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, പിന്നെ സ്ട്രാറ്റജൈസിങ്ങും സെൽഫ് ചെക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം അപ്പോൾ ഇപ്പൊ പഠിക്കുന്ന സമയമാണ്, അപ്പോൾ ഒരു ദിവസത്തെ പഠനമൊക്കെ എങ്ങനെ ആയിരിക്കും ഒന്ന് അറേഞ്ച് ചെയ്യുന്ന, സ്ട്രക്ചർ ചെയ്യുന്ന എങ്ങനെയാന്ന് പറയാം, ഒരു റൂട്ടീൻ പോലെ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം ഞാൻ സൈലത്തിന്റെ സെക്രട്ടറി അസിസ്റ്റന്റ് ബാച്ചിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന ഒരു ടൈം ടേബിളിലാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടറി ടെസ്റ്റിന്റെ ബാച്ചിൽ പഠിക്കുന്ന ആളാണ് കാവ്യ. ഇപ്പൊ ക്ലാസ്സിൽ ഞങ്ങൾ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് സംസാരിക്കുന്ന ആളുകൾ ഈ കാണുന്നത്. UPSCക്കാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഒരു ടെസ്റ്റ് സീരീസ് എടുക്കും ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. അപ്പം ലൈക്ക് ഓരോ വീക്കിലും ഒരു ടെസ്റ്റ് കാണും. അപ്പൊ അതനുസരിച്ച് ഞാൻ പോർഷൻ തീർത്തു പോകും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ യൂഷ്വലി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അവർ റിവിഷൻ ഷെഡ്യൂൾ ഒക്കെ തരും. അപ്പൊ അതനുസരിച്ച് ഞാൻ എന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാറുണ്ട്. സെക്രട്ടറി ടെസ്റ്റിന്റെ നോക്കുന്നവരോട് അല്ലെങ്കിൽ ഇപ്പൊ നോക്കുകയാണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇപ്പോ പഠിക്കുന്നത്? ഇപ്പൊ എന്റെ കേസിൽ എന്റെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. പിന്നെ PSCയിലെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ഫാക്ച്വൽ ആയിട്ടുള്ള സൈഡ്. ഇപ്പം UPSCയുടെ കേസിലാണെങ്കിൽ നമ്മൾ GSTയുടെ പ്രാക്ടിക്കൽ സൈഡും GSTയുടെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും പഠിക്കുക. പക്ഷെ PSCയിലോട്ട് വരുമ്പോൾ അത് വന്ന വർഷവും അങ്ങനെ കുറച്ച് കാര്യം. അപ്പൊ ആ ഏരിയാസ് ഒക്കെയാണ് ഞാൻ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. പഠനം ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണോ അതോ എൻജോയബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണോ അക്കോർഡിംഗ് ടു യു? ഡെഡ് ലൈൻസ് വരുമ്പോൾ പഠനം ഹെക്ടിക് ആവും. ഇപ്പൊ UPSC ആണെങ്കിലും PSC ആണെങ്കിലും ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഹെക്ടിക് ആയിരിക്കും. ബിക്കോസ് നമ്മള് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതായിരിക്കും. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മളുടെ ബ്രെയിൻ ഫെമിലിയർ ആയിരിക്കുക. പെട്ടെന്ന് നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള കുറെ സബ്ജക്ട്സ് പഠിക്കണം, ഹെക്ടിക് ആണ്. പക്ഷെ ഓവർ ടൈം പഠിച്ചു വരുമ്പോൾ പ്രോസസ് നമ്മൾ കുറച്ചുകൂടി എൻജോയ് ചെയ്ത് തുടങ്ങും. മോക്ക് എക്സാംസ് ഒക്കെ എഴുതുന്നതൊക്കെ ഇഷ്ടമാണോ? മോക്കൊക്കെ ചെയ്ത് നോക്കുക? മോക്ക് ഇഷ്ടമാണ്. കാരണം മോക്സ് ചെയ്താലേ നമുക്ക് ഇനി പഠിക്കാൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെ വെറുതെ ഒരു എന്തോ പഠിച്ചു പോകുന്നു എന്ന് മാത്രം. എത്രയായാലും നമ്മുടെ മനസ്സിനൊരു ഇൻസെന്റീവ് വേണമല്ലോ. ശരിയാണ്, നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ അതെ, ഒരു റിവാർഡോ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റോ എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ മാർക്ക് കിട്ടുമ്പോൾ അത് ചിലപ്പോൾ മോക്കിന്റെ മാർക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ റിവാർഡ് ആയിരിക്കും, അപ്പോൾ സന്തോഷം തോന്നും. ചില പണിഷ്മെന്റ് ആയിരിക്കും, അപ്പോൾ കുറച്ച് പഠിക്കാൻ തോന്നും. ഇപ്പൊ പഠിക്കുന്ന കുറെ വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റീഷൻ കൂടുതലാണെന്നൊക്കെ പറഞ്ഞൊരു ചെറിയ ഇതുണ്ട്. ഇപ്പൊ PSCയുടെ കട്ട് ഓഫുകളൊക്കെ എക്സാമിന് കൂടി വരികയാണ്, മൊത്തത്തിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. അത് ശരിക്കും നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ? നമ്മൾ വിചാരിച്ച് നടക്കുന്ന കാര്യമല്ലേ ഉള്ളൂ ഒരു എക്സാം ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത്? കോമ്പറ്റീഷൻ കൂടുതലായിരിക്കാം, ബിക്കോസ് അത്രയും ഇപ്പൊ എല്ലാവരും എഫേർട്ട് ഇടുന്നുണ്ട് ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ അതിനുള്ള റിസൾട്ട് എന്തായാലും വരുമല്ലോ. ഇപ്പം സിലബസ് ഉണ്ട്, ആ സിലബസ് പഠിച്ച് PYQs നോക്കി അങ്ങനെ ഒരു, അതായത് ഇപ്പം എത്രയായാലും ഒരു കട്ട് ഓഫ് ഉണ്ടാവുമല്ലോ. ആ കട്ട് ഓഫിന് മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോബ് പ്രോബബിലിറ്റി കൂടുമല്ലോ. അപ്പം നമ്മൾ എഫേർട്ട് ഇടുക, ഒന്നും അൾട്ടിമേറ്റ് അല്ല, ബട്ട് എഫേർട്ട് ഇടുക. പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫുൾ ടൈം നമുക്ക് പഠിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ. അല്ലാതെ എന്തൊക്കെയാണ് എൻജോയ്മെന്റ്സ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഹോബീസ് എന്താണ്, വേറെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഫിക്ഷനാണ് ഞാൻ വായിക്കാറ്. കൂടുതലും സമയം വായനയ്ക്കാണ് പഠിത്തം കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാറുള്ളത്? വായനയും പിന്നെ മ്യൂസിക്, പാട്ട് കേൾക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ വളരെ 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 പ്രൗഡാണ്, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു യു. ആഗ്രഹിക്കുന്ന ഉയരങ്ങളിൽ എത്രയും പെട്ടെന്ന് എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സൈലം ടു സപ്പോർട്ടിന്. സന്തോഷം. എല്ലാവരോടും ഞാൻ ഹാപ്പിനെസ് അറിയിക്കും.